ഇനി വരാൻ പോകുന്ന ഭാവി സ്ഥാനാർത്ഥിയും എക്സിസ്റ്റിംഗ് ഞങ്ങളുടെ MLA-യും ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുമായ ശ്രീമതി വീണ ജോർജ്. ശരിക്കും ഭയങ്കര സ്ട്രേഞ്ച് ആണ്. കാരണം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരുന്നു, തുടക്കം മുതലേ വിവാദങ്ങളിലാണ്. അങ്ങനെ ശരിക്കും ഇത്രയധികം വിവാദങ്ങളാകപ്പെട്ട വേറൊരു മന്ത്രി ഇല്ലെന്ന് തന്നെ വേണം പറയാം. മാങ്ങിയുള്ള കൊമ്പത്തെ കല്ലെറിയാൻ ആളുണ്ടാവുള്ളൂ. വെറുതെ ചിരിപ്പിക്കരുത്. നിങ്ങൾക്ക് രാജിവെച്ചൂടെ മന്ത്രി? നിങ്ങൾ അവിടെ കടിച്ചു തൂങ്ങിയിരിക്കുന്നത് എന്തിനാണ്? ഞങ്ങളും ചോദിച്ചു. നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾ ഇറങ്ങിപ്പോകൂ. ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ. ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നതായിട്ടൊക്കെ തോന്നാറുണ്ട്. ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട്. ഇതൊരു സംഘടിത നീക്കമാണെന്ന് എനിക്ക് സംശയം. 10 കൊല്ലമായിട്ട് അവിടെ കോഴഞ്ചേരി പാലത്തിന്റെ പണി നടക്കുക. താങ്കൾ മന്ത്രിയായിരുന്നു. ആ പാലത്തിന്റെ പണി ഇപ്പോഴാണ് തീരാറായത്. തീർന്നിട്ടില്ല, ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അതിന്റെ റീസൺ എനിക്ക് അറിയണം. അത് ശരി. അപ്പൊ എന്റെ മുഖം കാണാതിരിക്കുവല്ലേ? അടുത്ത് ടെൻഡർ ചെയ്തു, 6 തവണ ടെൻഡർ ചെയ്തു. ഒരു ടെൻഡർ എന്ന് പറഞ്ഞാൽ കിഫ്ബിയുടേത് 30 ദിവസം മിനിമം ടെൻഡർ ഓപ്പൺ ചെയ്തെടുത്ത് അതിൽ ആളില്ല, അല്ലെങ്കിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. അങ്ങനെ 6 തവണ ടെൻഡർ ചെയ്തു. അപ്പം മിനിമം 30x6 തന്നെ അത്രയും 1 വർഷം എടുത്തു. അപ്പം 4.5 വർഷം പോയി. ഈ കത്രിയ കേസിൽ എന്താണ് അന്വേഷണം ഇപ്പൊ നടന്നത്? ഇപ്പൊ ഈ അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല സാറേ, കറക്റ്റ് ആയിട്ട് പറഞ്ഞതാ. അതിനുശേഷമുള്ള അപ്ഡേറ്റ് എന്താണ്? ഫോർസെപ്സിന്റെ കാര്യത്തിൽ ശരിക്കും ഇത് ഉത്തരം പറ. പോയി പഠിച്ചല്ലേ, അതുകൊണ്ട് ചോദിച്ചു. 2017 ലാണ് ഒരു കോഴിക്കോട്ടുള്ളൊരു വിഷയം ഉണ്ടാകുന്നത്, അർഷീന എന്ന യുവതിയുടെ വിഷയം ഉണ്ടാകുന്നത്. ഇത് രണ്ടാമത് ഉഷ ജോസഫിൻ്റേത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമുള്ളത്. പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തില്ല വാസ്തവത്തിൽ ആ സമയത്ത്. അല്ല, അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശിച്ചത്? ഇയാൾക്കൊരു പുല്ലും അറിയില്ല മുത്തച്ഛ. പക്ഷെ നമ്മൾ കേൾക്കുന്നത് എന്താണ്? കേരളത്തിന്റെ സർക്കാർ ആരോഗ്യ മേഖല തകർന്നു, വെന്റിലേറ്ററിൽ. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? ഒരു പിടിയും കിട്ടലില്ല. ഒരു കള്ള മന്ത്രവാദിയാണെന്ന് അന്റെ മോന്ത കണ്ടാലറിയാം. ഇതൊരു നരേറ്റീവാണ്. ഓക്കെ, ആർക്കൊക്കെ ഒരു തകർന്നായിട്ട് കാണിക്കണം. അതിന് പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചന ഉറപ്പായിട്ടും കാണിക്കണം. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മരുന്ന് ക്ഷാമം എന്നുള്ളത് നമ്മളിപ്പോൾ ഞാൻ തന്നെ എല്ലാവരും ഡോക്ടേഴ്സിനോട് പറയും, നിങ്ങൾ അതിലൊരു കൃത്യ മോണിറ്ററിംഗ് ഉണ്ടാകണം. ഞാൻ വളരെ വളരെ സ്ട്രിക്റ്റ് ആണ്. ഡോക്ടേഴ്സ് എല്ലാം തന്നെ ഇത് മേൽനോട്ടം വഹിക്കണം. ഏതെങ്കിലും ഒരു 30% ഏതെങ്കിലും ഒരു മരുന്ന്, ഇപ്പോൾ പ്രമേഹത്തിനുള്ളൊരു മരുന്ന് 30% ഇനി ശേഷിക്കുന്നുള്ളൂ എന്ന് വെക്കാം. 30% ആകുന്നതിന് മുൻപ് അറിയിക്കണം, വെയർ ഹൗസിൽ മരുന്ന് സപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ഇതിപ്പോൾ ഒരു കണ്ടിന്യൂസ് സപ്ലൈ എൻഷുർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഉള്ളതാണോടാ? അതെന്നാ ചോദ്യം. ഈ മരുന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നത് ഇവിടെ പ്രവർത്തിക്കേണ്ടവർ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാത്തതുകൊണ്ടല്ലേ? ആണ്, തീർച്ചയായിട്ടും അല്ലേ? അതെ. അപ്പോൾ അത് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതായിരിക്കുമോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇലക്ഷൻ കഴിയുന്നവരെ ആരും നമ്മുടെ തന്തയ്ക്കോ അമ്മയ്ക്കോ പറഞ്ഞാലും നമ്മൾ മിണ്ടാതിരുന്ന് ചിരിക്കണം. ഒരു നാണോ ഇല്ലാതാ എന്ത് ചെയ്യും? ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.